സി ജേക്കബാണ് വടക്കാഞ്ചേരിയിൽ നിന്നാണ്. സി ജേക്കബ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾ യുദ്ധത്തിന് വേണ്ടി യുദ്ധക്കൊതിവുണ്ട്, യുദ്ധം തുടങ്ങി വെക്കുന്നു. ഇപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇറാന്റെ നാവികസേനയെ തകർത്ത് കഴിഞ്ഞു, വ്യോമസേനയെ തകർത്ത് കഴിഞ്ഞു എന്നൊക്കെയാണ്. ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് 10,000-2,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇസ്രായേലിലേക്ക് ഇറാൻ ബോംബ് മിസൈലുകൾ വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാനൊരു എക്സ് വെറ്ററൻ ഒരു ആർമി ഓഫീസറാണ്. ശരി, ആർമി ഓഫീസർ ആയിരുന്നു അതോ ഇപ്പോഴും ആണോ? ഞാനൊരു ആർമി ഓഫീസറാണ്, റിട്ടയർഡ് ആയ വെറ്ററനാണ്. ഓക്കെ. അപ്പൊ എനിക്ക് എന്റെ പരിചയ സമ്പന്നം വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു രാജ്യത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തിന് യാതൊരു സ്റ്റാൻഡും ഇതുവരെ എടുത്തിട്ടില്ല. ഏത് ഇറാന്റെ സൈഡിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡിലോ എടുത്തിട്ടില്ല. നമ്മൾ ന്യൂട്രലായിട്ട് കളിക്കുകയാണ്. നമ്മളെ പൊളിറ്റിക്കൽ നമ്മുടെ ഗോൾ മാത്രം നോക്കുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് പിന്നീട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. നമ്മൾ ശരിക്ക് ഒന്നോലോ ശരി എന്താണ് അല്ലെങ്കിൽ തെറ്റെന്താണെന്ന് ആദ്യം പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ അടുത്തില്ല. അവർ പറയുന്നത് ഇതാണ് ഡിപ്ലോമാറ്റിക്കൽ മൂവ് എപ്പോഴും സക്സസ് ആയിരിക്കണമെന്ന് അല്ല. ഡിപ്ലോമാറ്റിക്കൽ മൂവ് ഡിപ്ലോമാറ്റിക് മൂവ് എന്നൊക്കെ പലപ്പോഴും പറയപ്പെടും. ശ്രീ ജേക്കബ്, യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയടക്കം നേരിട്ട് ബാധിക്കുന്നു. എന്തിനും ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ അടുക്കളയടക്കം ഇത് ബാധിച്ചു കഴിഞ്ഞു. പുറത്തിറങ്ങിയാൽ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ അടച്ചു പോകുന്ന അവസ്ഥയാണ്. വലിയ തുകയ്ക്ക് പണം ഇത് വാങ്ങാൻ കഴിയുന്നവർ മാത്രമേ ഇപ്പോഴും കടകളായി തുടരുന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ കമേഴ്സ്യലായിട്ട് പറയുന്നു. ഇപ്പൊ ഈ ഡിഫൻസിന്റെ ഉള്ളിൽ എടുത്താൽ പോലും നമ്മുടെ അവിടെയുള്ള വണ്ടികൾ ഓടണമെങ്കിലും പെട്രോളും ഡീസലൊക്കെ വേണം. ഒരു ആർമഡിന്റെ ഒരു ടാങ്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 50 ലിറ്റർ ഡീസൽ വേണം. ഈ 50 ലിറ്റർ ഡീസൽ മേടിക്കാൻ പഴയ വിലക്ക് ഇപ്പൊ കിട്ടില്ല. അത് ഇനിയിപ്പോ ഇത് ചെരിഞ്ഞ് നമ്മളായിട്ട് അതിൽ ഇൻവോൾവ്മെന്റ് വരുമ്പോ നമ്മുടെ അടുത്ത് അതിനുള്ള സ്റ്റോക്കുകളൊന്നും ഇല്ല. നമ്മുടെ അടുത്ത്